ശ്രീ ശരത് പ്രസാദ്, ശരിയാണ്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ബാരിക്കേഡ് കെട്ടി ആളുകളെ നിയന്ത്രിക്കുന്ന സമീപനമുണ്ടായി. അങ്ങനെ പൂരനഗരിയിലേക്ക് ആളുകൾ വരാതെ പൂരമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഏതൊരു മലയാളിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടേക്ക് വരുന്ന ആളുകളെ ബാരിക്കേഡ് വെച്ച് നിയന്ത്രിച്ചിട്ടൊന്നും പൂരം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് തൃശ്ശൂർക്കാർ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. ശരി, ഇനി ഒരു പ്രതിസന്ധി ഉണ്ടായി എന്നതു തന്നെ ഇരിക്കട്ടെ. 2 ദേവസ്വങ്ങളും അങ്ങനെയാണെങ്കിൽ വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. അത് പരിഹരിക്കുന്നതിനൊരു സമയമുണ്ടല്ലോ. അത് രാവിലെ 6 മണി വരെ നീണ്ടുപോയാൽ പിന്നെ വെടിക്കെട്ട് നടത്തുന്നതിൽ അർത്ഥമില്ല. അത് ഒരു വിസ്മയമല്ല, ഒരു വിനാശമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് പരിഹരിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയോ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ചില ഇടപെടലുകൾ, അത് ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്ന് ചില പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെയുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഉത്സവമാണ്. എല്ലാ തയ്യാറെടുപ്പും വളരെ നേരത്തെ തന്നെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ചുമതല വഹിക്കുന്ന റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി കെ രാജൻ്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും അതിന് വിജയകരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ ശ്രീ അനിലക്കര സൂചിപ്പിച്ച പോലെ ഈ ആനകളെ 6 മീറ്റർ നീക്കി നിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരവ് വന്നു. അതുപോലെ തന്നെ കൊട്ടുകാരും ആനയും തമ്മിൽ ഉള്ള ദൂരവുമായി ബന്ധപ്പെട്ട് അപ്രായോഗികമായിട്ടുള്ള ചില ഉത്തരവുകൾ വന്നു. അത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. പിന്നെ ഇപ്പോൾ ഈ ആനകളുമായി ബന്ധപ്പെട്ട് ദേശീയ നിയമങ്ങളും അതുപോലെ തന്നെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ കൊല്ലത്തുൾപ്പെടെ ഉണ്ടായിട്ടുള്ള വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ ചട്ടങ്ങളും അത് വരികയാണ്. അത്തരം നിയമങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അപ്രായോഗികമായിട്ടുള്ള ചില സംവിധാനങ്ങൾ കടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ അവിടെ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നല്ല ഇടപെടൽ അവിടെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മന്ത്രിയും ഉൾപ്പെടെ നേതൃത്വം നൽകി പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ഈ വെടിക്കെട്ട് 6 മണി വരെ നീണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ പൂരത്തിന്റെ സമയത്തും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ആനയുടെ കാര്യമൊക്കെ ബന്ധപ്പെട്ടൊക്കെ 4 മണിക്കൂർ വൈകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയല്ല. ഇനി വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അറിയുന്നവരാണല്ലോ അവിടുത്തെ അധികൃതർ. അപ്പോൾ അതിലൊരു ജാഗ്രത കുറവുണ്ടായോ? വേഗം പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾക്ക് സമയബന്ധിതമായി ഇടപെടാൻ കഴിയാതെ പോയോ? അല്ല, ഈ വെടിക്കെട്ട് നമ്മളിപ്പോൾ തീരുമാനിക്കുമ്പോൾ അപ്പോൾ പൊട്ടിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇന്നലെ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ തന്നെ വെടിക്കെട്ടിന് വേണ്ടി ഏകദേശം 1.5-2 മണിക്കൂറോളം അതിൻ്റെ തയ്യാറെടുപ്പുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സാങ്കേതികമായി മാത്രം കാര്യങ്ങളെ കാണാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നല്ല ഇടപെടൽ കെ രാജൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ പൂരം അതിൻ്റെ എല്ലാ ചടങ്ങുകളും ഭംഗിയായി പൂർത്തീകരിച്ചുകൊണ്ട് ഉപചാരം ചൊല്ലിപ്പിരിയൽ ഉൾപ്പെടെ ഇന്നലെ നടന്നിട്ടുണ്ട്. അവിടെ ദേവസ്വങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അത് സർക്കാർ പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. അത് പരിശോധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അത് സർക്കാർ പരിഹരിക്കും, പരിശോധിക്കും. അത് ദേവസ്വങ്ങൾക്ക് ഉൾപ്പെടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ